കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം കണ്ടയൊരു കുഞ്ഞാണ്. അഖിലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവനെ റെസ്ക്യൂ ചെയ്ത് നമ്മുടെ അടുത്ത് എത്തിച്ചത്. മാങ്ങാനത്ത് സാബു ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിൽ അവനെ എത്തിച്ച് വിശദമായ പരിശോധനകൾ നടത്തി. എടുക്കുമ്പോഴേ അവന് കണ്ണ് കാണില്ല എന്ന് വ്യക്തമായിരുന്നു. അവൻ്റെ വലതേ ഉള്ളം തുടയിൽ വളരെ ആഴത്തിലുള്ളൊരു മുറിവുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവൻ്റെ നടുവിന് ചെറിയ തോതിലുള്ള എന്തോ ഒരു ഫ്രാക്ചർ, ഒരു ചെറിയൊരു പൊട്ടലോ മറ്റോ ഉള്ളതായിട്ട് ഡോക്ടറുടെ പരിശോധനയിൽ ബോധ്യപ്പെടുകയുണ്ടായി. തുടർന്ന് അവന് ആവശ്യമായ ചികിത്സകളൊക്കെ നൽകി അവൻ്റെ മുറിവിൽ ബിറ്റാഡിൻ എന്ന മരുന്ന് പുരട്ടി അവനെ ഹോസ്പിറ്റലിന് വീട്ടിലേക്ക് കൊണ്ടുപോന്നു. രണ്ട് മൂന്ന് ദിവസങ്ങളായി മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ആരോഗ്യം കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അവൻ അനങ്ങാൻ വയ്യാതെ, അങ്ങോട്ട് നീന്തിപ്പോകാനാവാതെ അവനവിടെ കിടപ്പായിരുന്നു. അഖിൽ വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ പൂച്ചക്കുട്ടിയെ കാണുന്നത്. അവന് കിടന്നതിന് സമീപം അവനെ ഉപേക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച കൂടിനുള്ളിൽ തന്നെയാണ് അഖിൽ അവനെ ഞങ്ങളുടെ അടുത്ത് എത്തിച്ചത്. എന്തായാലും മെഡിസിനൊക്കെ ചെയ്ത് കുറേ ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ മുറിവ് ഉണങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവൻ്റെ രണ്ട് കണ്ണും അല്പം പോലും കാണാത്ത സ്ഥിതിയാണ് ഉള്ളത്. അവൻ ഗന്ധം കൊണ്ട് മാത്രമാണ് ആഴങ്ങളും ഉയരങ്ങളും മറ്റ് ജീവികളുടെയും സാന്നിധ്യവും ഒക്കെ തിരിച്ചറിയുന്നത്. അവൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങളെയൊക്കെ അവൻ തിരിച്ചറിയുന്നത് ഗന്ധം കൊണ്ട് മാത്രമാണ്. മറ്റ് പൂച്ച കുഞ്ഞുങ്ങളുടെ ഉപദ്രവമൊക്കെ അവന് സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പലപ്പോഴും അവനെ ദൂരെ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഈ നിൽക്കുന്ന ഇവനിവിടുത്തെ ആൽഫയാണ്. ഇവനെ എപ്പോഴും ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അതിൽ നിന്നെല്ലാം അവൻ രക്ഷപ്പെട്ട് അതിജീവിച്ച് വരുന്നു. സന്തോഷവാനായി നമ്മളോടൊപ്പം കഴിഞ്ഞു പോരുകയാണിപ്പോൾ.